ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് സഹായം ഉടനെത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പ്രക്ഷോഭകരെ വധിച്ചാൽ ശക്തമായ നടപടിയെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് വെനസ്വേലയിൽ നടത്തിയ പോലെ ഇറാനിലും സൈനിക നടപടിക്ക് അമേരിക്ക തുനിയുമോ എന്ന ചർച്ചകൾ ശക്തമാകുന്നത്. ശരിക്കും അങ്ങനെയൊന്നും ഉണ്ടാകുമോ? ഇറാനെ സൈനികമായി നേരിടാൻ അമേരിക്ക തയ്യാറാകുമോ? സൈനികമല്ലാത്ത മറ്റെന്തെങ്കിലും വഴികൾ അമേരിക്കക്ക് മുന്നിലുണ്ടോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനുമേൽ പ്രഹരമേൽപ്പിക്കണമെങ്കിൽ അമേരിക്കക്ക് മുന്നിൽ എന്തെല്ലാം വഴികളുണ്ടെന്നതാണ് നിലവിലുയരുന്ന പ്രധാന ചോദ്യം. സൈനികമായൊരു നീക്കമുണ്ടാകുമോ, അതോ നയതന്ത്രപരമാകുമോ നീക്കങ്ങൾ? ഇതൊന്നുമല്ല, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമോ? ഇങ്ങനെ പലതരം ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അടുത്തിടെ ട്രംപിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഓപ്ഷനുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സൈബർ ആക്രമണം, ഇറാൻ നേതാക്കളെയും വ്യവസായങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകളാണ് പരിഗണനയിലുള്ളത്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ 25% അധിക തീരുവ അതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തുന്നത്. ഇറാനിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിന് സ്റ്റാർലിങ്ക് പോലുള്ള സാങ്കേതിക വിദ്യ നൽകുന്നതിനും ആലോചനകൾ നടക്കുന്നുണ്ട്. ടൈം മാഗസിൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഭരണകൂട അട്ടിമറിക്ക് വേണ്ടിയുള്ള തുറന്ന യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നേക്കില്ല. അതേസമയം സൈനിക നീക്കമാണെങ്കിൽ തന്നെ പരിമിതമായ ആക്രമണത്തിനായിരിക്കും അമേരിക്ക തയ്യാറാകുക. ട്രംപ് ഭരണകൂടവും ഇസ്രായേലും ചേർന്ന് ഇറാനെ ലക്ഷ്യം വെച്ചേക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇറാനിയൻ സൈന്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, വെയർ ഹൗസുകൾ എന്നിവ ലക്ഷ്യമിട്ടേക്കാമെന്നാണ് വിലയിരുത്തൽ. മറ്റൊന്ന്, ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇറാൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതുപോലെയുള്ള ആക്രമണമാണ്. ഇനിയിപ്പോൾ 12 ദിന യുദ്ധത്തിലെ പോലൊരു നീക്കമാണെങ്കിൽ നാവികസേനയുടെ സഹായത്തോടെയുള്ള ആക്രമണത്തിനായിരിക്കും അമേരിക്ക മുൻതൂക്കം നൽകുക എന്നാണ് കരുതപ്പെടുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള US സെൻട്രൽ കമാൻഡിന് കീഴിൽ ഇതിനോടകം 6 നാവിക കപ്പലുകളാണ് അമേരിക്ക വിന്യസിച്ചിട്ടുള്ളത്. ഒപ്പം സുഹൃത്തുക്കളായ സൗദി അറേബ്യ, UAE, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയും ആക്രമണങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ടാകണം. പക്ഷേ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടും. അതിനാൽ അങ്ങനെ ഒരു നീക്കത്തിന് ഈ രാജ്യങ്ങൾ സമ്മതിക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് കരയാക്രമണമാണ്. വെനസ്വേലയിൽ ഈ മാസം ആദ്യം നടത്തിയ പോലെ ഒരു ആക്രമണം. എന്നാൽ വെനസ്വേല പോലെയല്ല ഇറാൻ എന്ന തിരിച്ചറിവ് അമേരിക്കക്കുണ്ട്. ഇസ്ലാമിക് റിവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള ശക്തമായ സേന ഇറാനുണ്ട്. അത് അമേരിക്കയുടെ കരയാക്രമണം ബുദ്ധിമുട്ടേറിയതാക്കും. US ഇറാൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുകയും ഇരുവശത്തും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ ഇറാഖിലെയും അഫ്ഗാനിലെയും പോലെ വർഷങ്ങൾ നീണ്ടൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. അങ്ങനെയൊരു നീണ്ട സംഘർഷം ട്രംപിന് ആഭ്യന്തര തിരിച്ചടിക്ക് കാരണമാകുമെന്ന കാര്യവും ഉറപ്പാണ്. എന്നാൽ സൈനികമായി എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ അത് ഇറാന് സഹായകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നിലവിലെ ഭരണവിരുദ്ധ വികാരത്തെ പിടിച്ചു നിർത്താൻ ഇറാനിലെ ഭരണകൂടത്തിന് സാധിച്ചേക്കും. അതിനാൽ അങ്ങനെയൊരു സാഹസത്തിന് അമേരിക്ക മുതിരുമോ എന്നതും സംശയമാണ്.